ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു അടിപൊളി പാർട്ടി വെയർ ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ടു നോക്കാം. അപ്പോൾ ഈ മോഡൽ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ മെറ്റീരിയൽ ഹെവി സ്റ്റോൺ വർക്ക് മെറ്റീരിയലാണ്, നിറച്ച് ബീഡ്സും ഒക്കെ സീക്വൻസ് വർക്കും ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ സാധാരണ കട്ട് ചെയ്യും പോലെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് ലൈനിങ് ആയിട്ട് സാറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ്റിൻ്റെ മെറ്റീരിയൽ എല്ലാ മെഷർമെൻറ്റും കൊടുത്ത് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ബോഡി പാർട്സൊക്കെ നല്ല മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഫസ്റ്റ് ഞാൻ സാറ്റിൻ മെറ്റീരിയൽ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് മെഷർമെൻറ്റ് നോക്കി ഞാൻ അത് ആദ്യം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ണത്തിനനുസരിച്ചുള്ള മെറ്റീരിയൽ എടുത്താൽ മതി. നമുക്ക് ലെങ്ത്ത് വിഡ്ത്ത് വൈസ് മതിയായിരുന്നു. അപ്പോൾ 21 സംതിങ് അങ്ങനെ എന്തോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ ലെങ്ത്തായിട്ട് എടുത്തത്. വിഡ്ത്താണ് ഞാൻ ലെങ്ത്തായിട്ട് എടുത്തത്. പിന്നെ താഴ്ഭാഗത്ത് അതിന് വേണ്ടുന്ന വിഡ്ത്തൊക്കെ നോക്കി കൈ നമ്മൾ നോർമലി ചെയ്യും പോലെ തന്നെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. നമുക്കിനി ലെങ്ത്ത് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഈ വിഡ്ത്ത് വൈസ് തികയില്ല എന്നുണ്ടെങ്കിൽ ആ ലെങ്ത്ത് വൈസ് തന്നെ നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം അത് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇനി നമ്മുടെ വർക്ക് മെറ്റീരിയലിൽ നിന്ന് അതുപോലെ തന്നെ ഞാൻ സ്ലീവിന് വേണ്ടുന്ന പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഡിസൈൻ ഒന്ന് ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് വരുന്ന പോലെ ഒരു ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമുക്ക് വിഡ്ത്ത് വൈസ് തന്നെ ലെങ്ത്ത് വരാൻ പാകത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതും നമ്മൾ മറ്റേ ലൈനിങ് കട്ട് ചെയ്ത പോലെ തന്നെ അളന്ന് മുറിച്ചെടുത്തു. അപ്പോൾ ഇത് മുറിച്ചെടുക്കലായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നമുക്ക് 2 കട്ടിങ് മെഷീനുണ്ട്. ഇച്ചിരി പവറുള്ളത് ഈ മെഷീനാട്ടോ. കറണ്ടയിൽ നമ്മൾ ഡയറക്റ്റ് കുത്തിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ ബീഡ്സിലൊക്കെ തട്ടി ജർക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വളരെ പണിപ്പെട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പ്ലെയിൻ വരുന്നിടത്തൊക്കെ നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യാം. കത്രിക വെച്ച് നമ്മൾ ഈ വർക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്രികയൊക്കെ ഡാമേജായി പോകും കേട്ടോ. അപ്പോൾ ആ ചെറിയ കട്ടിങ് മെഷീനും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അത് ബീഡ്സിൽ തട്ടിയിട്ട് തെറിക്കുമായിരുന്നു. അപ്പം ഇത് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ കത്രിക വെച്ച് ചെയ്യുമ്പോൾ കത്രികയുടെ വക്ക് ബെൻഡായി പോകും. പിന്നെ വേറൊരു മെറ്റീരിയലും മുറിയത്തില്ല കേട്ടോ. വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് ഫുള്ള് ഇങ്ങനത്തെ വർക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് കത്രിക എടുക്കാൻ പറ്റണില്ല, അതുപോലെ ബീഡ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് അതുപോലെ വളരെ കഷ്ടപ്പെട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത് വെച്ച് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഷോൾഡറും ആം ഹോളും ഒക്കെ നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു 30 ഇഞ്ചസ് ചെസ്റ്റ് അളവുള്ള ആളുടെയാണ്. അപ്പം ഷോൾഡർ കഴുത്ത് ചെറിയ ഇറക്കം കുറഞ്ഞ കഴുത്തായതുകൊണ്ട് ഷോൾഡർ ഞാൻ 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും 6.5 ഇഞ്ച് തന്നെ എടുത്ത് ഷേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ നിന്നും വിഡ്ത്ത് അടയാളപ്പെടുത്തി ഇതുപോലെ താഴേക്കൊന്ന് ചെരിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയലിന് എത്രയാണോ വിഡ്ത്തുള്ളത് ആ വിഡ്ത്ത് ഫുള്ള് കിട്ടാൻ പാകത്തിന് താഴേക്ക് ആ ഷേപ്പിൻ്റെ പോയിന്റിൽ നിന്ന് ചെരിച്ചെടുക്കുകയാണ്. നമ്മൾ എലൈൻ ടോപ്പൊക്കെ ചെയ്യും പോലെ തന്നെ ആണ് കേട്ടോ. അപ്പോൾ എലൈൻ ടോപ്പ് അറിയില്ലാത്തവർക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷർമെൻ്റെല്ലാം അടയാളപ്പെടുത്തി ലൈനിങ് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടും ബാക്കും ഒപ്പം തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതിൻ്റെ ബോഡി പാർട്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് നോർമൽ ലെങ്ത്തിലും ബാക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടി ടെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ ടെയിൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എക്സ്ട്രാ ലെങ്ത്ത് ബാക്കിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ബാക്കിൽ താഴ്ഭാഗത്ത് ജോയിനിങ് വന്ന വൃത്തികേടല്ലേ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് എന്തായാലും ഇതിൻ്റെ വിഡ്ത്തിനനുസരിച്ച് കിട്ടത്തില്ല. പിന്നെ ഈ ഡിസൈൻ വിഡ്ത്ത് അനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പീസ് നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽ 2ആയിട്ട് തന്നെ എടുക്കുകയാണ്. ഇതൊരു 3 മീറ്റർ മെറ്റീരിയലാട്ടോ നമ്മളിത് ചെയ്തേക്കുന്നത്. ലൈനിങ് 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലൈനിങ്ങിന് വീതി കുറവാണല്ലോ. ഈ മെറ്റീരിയലിന് വീതി ഉള്ളതുകൊണ്ട് വീതി ഇറക്കമായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഡിസൈനും ഇങ്ങനെ താഴെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഡിസൈനും ശ്രദ്ധിക്കണം, അതുപോലെ തുണിയുടെ വീതിയും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ കട്ടിങ്ങിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ. ഈ കട്ടിങ്ങിൻ്റെ കഷ്ടപ്പാടിനേക്കാൾ കൂടുതലാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബീഡ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നിടത്തേക്കുള്ള പറിച്ച് നമ്മളൊരു ഡ്രസ്സ് ചെയ്യണതിനേക്കാളും 3-4 ഇരട്ടി സമയം എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഫ്രണ്ടും ബാക്കുമായിട്ട് സെപ്പറേറ്റ് നമ്മൾ 2 മെറ്റീരിയലാക്കി വർക്ക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമുക്കിത് ഫസ്റ്റ് മടക്കിയിടാം.
അപ്പം 52 ഇഞ്ചൊക്കെ ഇറക്കം മതി. അപ്പോൾ 2 ഇഞ്ച് ലെങ്ത്തോടെ തയ്യൽ തുമ്പോടെ കൂട്ടി 54ഒക്കെ മതി നമുക്ക് ലെങ്ത്ത്. അപ്പം നമുക്ക് ഈ വീതിക്ക് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഈ കസ്റ്റമറിന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 58 ഇഞ്ചൊക്കെ ഇറക്കം വരെ നമുക്ക് ഈ മെറ്റീരിയൽ ഈ രീതിയിൽ എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വീതിയുള്ള മെറ്റീരിയൽ അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ കട്ട് ചെയ്തെടുത്ത് ഫ്രണ്ടിന് എടുക്കുക. അതുപോലെ 1.5 പ്ലസ് എക്സ്ട്രാ നമുക്ക് എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത് അത് പ്ലസ് എടുത്തിട്ട് ബാക്കിന് എടുക്കുക കേട്ടോ. നമുക്ക് ഈ ഡിസൈൻ അനുസരിച്ച് വേണം നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാൻ. അപ്പോൾ താഴെ ഭാഗത്തുനിന്ന് ഞാൻ 54 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 52 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. ലൈനിങ് നമ്മൾ 52ലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് താഴെ ഭാഗത്തുനിന്ന് 54 മാർക്ക് ചെയ്ത് ആ പോർഷനിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ലൈനിൽ. എന്നിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി പോകാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ പിൻ ചെയ്ത് കൊടുത്താൽ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സെൻറ്റർ പോർഷനൊക്കെ ഒപ്പമാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴെ ഭാഗത്തും നമ്മൾ എക്സ്ട്രാ ലെങ്ത്ത് വരും. കാരണം ലൈനിങ്ങിൽ 52 ഉള്ളൂ. ഇതിൻ്റെ നല്ല പീസ് 54 വരുന്നുണ്ട്. അപ്പോൾ അവിടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗം ക്ലിയർ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ബോഡിയൊക്കെ ലൈനിങ് അനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ എൻ്റെ നെക്കിൻ്റെ കട്ടിങ് ഞാൻ കാണിച്ചിട്ടില്ല. നെക്ക് ഞാൻ ഫ്രണ്ട് 4 ഇഞ്ചാണ് ഇറക്കിയിട്ടുള്ളൂ. ഷോർട്ടായിട്ടുള്ള ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിൻ്റെ വർക്ക് മെറ്റീരിയൽ ഇവിടെ നമ്മൾ വിടർത്തിയിട്ടിട്ടുണ്ട്. ബാക്കിന് 60 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് വേണം. അപ്പോൾ ഫ്രണ്ടിന് 52ഉം ബാക്കിന് 60ഉം കിട്ടാൻ പാകത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടെയിൽ ഒരു 6 ഇഞ്ചൊക്കെ എക്സ്ട്രാ വരാൻ പാകത്തിന്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ താഴേന്ന് മാർക്ക് ചെയ്ത് വരുമ്പോൾ മുകളിൽ ഇത് ഇത്ര ഇറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കവിടെ മെറ്റീരിയലില്ല, പിന്നെ കുറച്ച് ഭാഗത്ത് വർക്കും ഇല്ല. അപ്പോൾ അത് നമുക്കവിടെ എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന പോർഷനൊക്കെ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാൻ എടുക്കാം. ബാക്കിൽ സിബ് ഇടുന്നതുകൊണ്ട് സെൻറ്റർ പോർഷൻ കട്ടായി പോയാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഡിസൈൻ ലെങ്ത് വൈസ് തന്നെ വരാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മടക്കുകൾ രണ്ടും ഒരുമിച്ച് വരാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് നമുക്ക് ടെയിലിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പീസ് കിടക്കണ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് പ്രശ്നം. നമുക്കിവിടെ മെറ്റീരിയൽ ഇല്ല. അപ്പോൾ നമുക്കവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വർക്ക് മെറ്റീരിയൽ ഇതാ ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമുക്ക് വർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്കി പോർഷനെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ടെയിൽ വരുമ്പോൾ ഇങ്ങനെ നമ്മളിതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം താഴ്ഭാഗം ലെവൽ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സെൻറ്റർ മാറിപ്പോവാതെ കുത്തി വെച്ചതൊക്കെ അഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് ഇപ്പം ലൈനിങ്ങേലുണ്ട് കേട്ടോ. നമ്മൾ താഴേന്ന് കറക്റ്റ് അളവിന് വെച്ച് പിൻ ചെയ്ത് വന്നുകൊണ്ട് ലൈനിങ്ങിൽ നമുക്ക് ആ പോർഷനുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ പോർഷനാണ് എടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ബാക്ക് പീസ് ആയതുകൊണ്ട് സിബ് ഇട്ട് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ആ ഡിസൈൻ തന്നെ നോക്കി എടുത്തിട്ട് നമുക്ക് സിബ് വേണ്ടുന്ന ലെങ്ത്തൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇതിനൊരു 12 ഇഞ്ചോളം എക്സ്ട്രാ നമ്മളവിടെ എടുപ്പിച്ച് കൊടുക്കേണ്ട വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും നെറ്റ് വർക്കും മെറ്റീരിയലും എല്ലാം കൂടെ താഴെ ഭാഗത്തുനിന്ന് ഉള്ള പോർഷനുണ്ട്. അപ്പോൾ ഇവിടം തൊട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തത് വെച്ച് കൊടുത്തിട്ട് ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം നമുക്കത് കറക്റ്റായിട്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ജോയിൻ ചെയ്യുന്ന പോർഷനിലുണ്ടല്ലോ അവിടെ ജോയിൻ ചെയ്യാനുള്ള എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏത് മെറ്റീരിയൽ കിട്ടിയാലും ഇതുപോലെ ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യൽ വളരെ റിസ്ക്കാണ്. അറിയാതെ നമ്മളിങ്ങനെ കത്രിക എടുത്തു പോകും. ചില സമയത്ത് കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പം ആ ബീഡ്സ് കട്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം നമുക്ക് എവിടം വരെയാണോ ഈ പീസ് എഴുപ്പിക്കേണ്ടത് അതിൽ നിന്ന് അരയിഞ്ച് തയ്യൽ തുമ്പോടെ ഇട്ടിട്ട് സെൻറ്റർ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് ലെവൽ പിടിച്ചങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ നെക്കിനകത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചാണ് എടുത്തത്. ബാക്ക് നെക്ക് ഒരു 1.5 ഇഞ്ചൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നെക്കിൻ്റെ വിട്ട് 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കഴുത്ത് ഇങ്ങനെ കയറിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മോഡൽ അങ്ങനെയാണ്.
കസ്റ്റമർ പറഞ്ഞ മോഡൽ അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, പക്ഷേ അതൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പിന്നൊക്കെ കുത്തി വെച്ചിരിക്കുന്നത് ഇത് നെറ്റ് തമ്മിൽ മാറിപ്പോവാതിരിക്കാനാണ് കേട്ടോ. അതിനുശേഷം സൈഡെല്ലാം കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. പിന്നൊക്കെ അഴിച്ചതിന് ശേഷം നമ്മളിവിടെ കുറച്ച് ഭാഗം കണ്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് അങ്ങ് സ്ട്രെയിറ്റിനങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം നമുക്ക് താഴത്തെ പീസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേസ്റ്റ് വന്ന ഭാഗമെല്ലാം കളയുക. അപ്പോൾ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. നമുക്ക് തയ്ച്ച് എടുക്കാനുള്ള തുമ്പ് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ ലൈനിങ് എല്ലാം കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തെടുക്കുക. നമുക്ക് സിബ് ഇടാനുള്ള ഓപ്പണിങ് ലൈനിങ് കൊടുക്കാം. പിന്നെ ബാക്കി വരുന്ന ബോഡി പാർട്ടിലേക്കും കൂടെ കൊടുക്കാം. അപ്പോൾ സിബും നെക്കും ഒക്കെ നോർമലി നമ്മൾ ചുരിദാർ ചെയ്യുമ്പോൾ തന്നെ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. കല്ലുപറി തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ കല്ലെല്ലാം പറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്കിയൊക്കെ തയ്ച്ച് ഒത്തിരി സമയം എടുത്തു. ഇത് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ താഴെഭാഗം ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ അവിടുത്തെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, രണ്ട് സൈഡിലെയും അത് രണ്ടും ഒപ്പം പിടിക്കണം. പിന്നെ നമുക്ക് ഷേപ്പ് വരുന്നുണ്ടല്ലോ, ആ ഷേപ്പിൻ്റെയൊക്കെ ഒപ്പം പിടിച്ച് താഴത്തേക്ക് ഒരുമിച്ച് വെച്ച് ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ലെവൽ ചെയ്തെടുക്കണം. ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കയറ്റി കട്ട് ചെയ്യുന്നുണ്ട്. തയ്ച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും സൈഡ് എത്രമാത്രം തൂങ്ങി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ച് 2-3 ഇഞ്ചോടെ മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലിൻ്റെയൊക്കെ ലൈനിങ് ലെവൽ ചെയ്തെടുക്കണം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുകളിലുള്ള പീസ് ചെയ്യും, പിന്നെ സെൻറ്ററിൽ 2 പീസ് ഉണ്ടാവും, അതും ചെയ്തതിന് ശേഷം നല്ല പീസ് ഇതുപോലെ മാറ്റി വെച്ചിട്ട് ആ ലെവൽ നമ്മൾ കൈ കൊണ്ട് പിടിച്ച് ഇതുപോലെയാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇതുപോലുള്ള വർക്ക് മെറ്റീരിയലൊക്കെ ആകുമ്പോൾ സൈഡ് കയറി ഇറങ്ങിയൊന്നും പോകാൻ പാടില്ലല്ലോ, ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരുപോലെ വരണം. അപ്പോൾ അതിങ്ങനെയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ഉണ്ട് ലെവൽ ചെയ്തെടുക്കാൻ, അതും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പീസ് ഇങ്ങനെ മുകളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. അടിയിൽ ബാക്ക് പീസിൻ്റെ ഒരു ലെയർ ഉണ്ട്, അതിൽ തട്ടാതെ. ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് കേട്ടോ നമുക്ക് ഈ കട്ടിങ് മെഷീനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് പീസ് നമ്മളും തൂക്കം നോക്കി ലൈനിങ്ങിൻ്റെ ലെങ്ത് അനുസരിച്ചൊക്കെ ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അതും കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ടെയിലിൻ്റെ സൈഡ് നമുക്ക് ഫ്രണ്ടിൻ്റെ സൈഡുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് തന്നെ ഒപ്പം വരണം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് പിന്നെ താഴത്തേക്ക് റൗണ്ട് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ടെയിൽ എടുക്കുന്നത്. ഇപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ വളച്ചിട്ട് താഴെ വരുമ്പോൾ താഴേക്ക് ഇങ്ങനെ വളയ്ക്കുന്നു. അപ്പം ആ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെയാണ് നമ്മൾ ടെയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഫൈനൽ ലുക്കൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇതിൻ്റെ പിന്നിൽ വളരെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥയുണ്ട് കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് മുത്തും കല്ലൊക്കെ പറിച്ച് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ടെയിൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഇട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.